ഹാ, ഇന്നെനിക്ക് ചെയ്യാനുള്ളത് 2 5x5 ഫ്രെയിമും, 1 A5 ഫ്രെയിമും, 1 A4 ഫ്രെയിമും ആണ് ട്ടാ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഒരു A5 ഫ്രെയിം നമുക്ക് ഫസ്റ്റായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതെൻ്റെ മേമ തന്നതാണ്. ഞങ്ങളുടെ ഫാമിലിയിലത്തെ ഒരു കുഞ്ഞനിയൻ്റെ ഏറ്റവും താഴെയുള്ള അനിയൻ്റെ ബർത്ത്ഡേ ആണ്. 1ാമത്തെ വയസ്സാണ് അവനക്ക് വരുന്നത്. അപ്പോൾ അവനക്ക് കൊടുക്കാനുള്ള ബർത്ത്ഡേ ഫ്രെയിമാണ്. അപ്പോൾ ഈ BB ഡീറ്റെയിൽസ് ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ ചാനലിൽ കയറി കാണും ട്ടോ. ഈ വീഡിയോയുടെ ഹാഫ് എത്തിയപ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റിയും ഒക്കെ പോയില്ലേ. സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ എടുക്കണ ഫോൺ പവർ ഓഫ് ആയി പോയി. അതാണ് ട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കാറ്റ് വീശിയപ്പോൾ ഈ പ്രിൻ്റ് പറന്ന് പോയി നിലത്തേക്ക് വീണ്. അത് എൻ്റെ അനിയൻ വന്ന് എടുത്ത് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സാധനം ഉണ്ടാക്കുമ്പോൾ. ടാസ്ക്കാണ്. തട്ടുമോളി വെച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യാറ്. അപ്പോൾ ലൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ 5x5ൻ്റെ ഒരു ഫ്രെയിമാണ്. ഇതെൻ്റെ ഫ്രണ്ട് തന്നതാ. കാര്യം പറഞ്ഞാൽ ആളെക്കുറിച്ച് പറയാന്ന് വെച്ചെങ്കിൽ എങ്ങനെയോ ഞങ്ങളുടെ കൂടെ വന്നതാണ്. കേട്ടിട്ടില്ലേ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് ഇടിച്ച് കയറി വരിക എന്നുള്ളത്. അങ്ങനെ വന്ന ആളാണ് ട്ടത്. അപ്പോൾ ഇതുപോലത്തെ ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ, അങ്ങനെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇതിൽ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് 5x5ൻ്റെ സൈസിലാക്കിയിട്ട് ജസ്റ്റ് പ്രിൻ്റ് എടുത്താക്കിയാൽ മതി. അവളുടെ ഫോട്ടോ ഒന്ന് മെമ്മറിക്ക് വേണ്ടിയിട്ട് ഫ്രെയിം ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത്. അപ്പോൾ എൻ്റെ 2025 ഞാൻ ചെയ്ത ലാസ്റ്റത്തെ ഫ്രെയിമുകളൊക്കെയാണ് ഇത് കേട്ടോ. ലാസ്റ്റായിട്ട് ചെയ്ത വർക്കുകളാണ് ഇതെല്ലാം. 2025ത്തെ ലാസ്റ്റത്തെ വർക്ക് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ കാണിച്ചു തന്നില്ലേ ബേബി ഡീറ്റെയിൽ ഫ്രെയിം, അതാണ് ട്ടോ. ഇത് A5 ബോക്സ് ഫ്രെയിമാണ്. ഇത് ഞാൻ 2ാമത്തെ തൊട്ടാണ് ചെയ്തത്. ഇത് ഫസ്റ്റത്തെ ചെയ്തത് ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു അനിയൻ്റെ ബർത്ത്ഡേ ഉണ്ടെന്ന്, ഓനക്ക് കൊടുക്കാനുള്ള ഒരു ബർത്ത്ഡേ ഫ്രെയിമാണ് ട്ടോ ഇതും. ഇത് ബേബീസിൻ്റെ ജനിച്ചത് മുതൽ 1 ഇയർ ആവണ വരെയുള്ള അവരുടെ ഫോട്ടോ വെച്ചിട്ടാണ്, ഓൾ മന്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചെയ്യണ ഫ്രെയിമാണത്. ഇത് പിന്നെ എല്ലാ ഫ്രെയിമും ചെയ്യണ പോലെ കേട്ടോ, ഇച്ചിരി ഡിഫറെൻ്റ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഗ്ലാസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ തുറക്കണ പകൽ അതിമത് ഒട്ടിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ, അല്ലാണ്ട് ജസ്റ്റ് വെച്ചിട്ടൊന്നും കാര്യമില്ല. 2 പ്രിൻ്റൊക്കെ എടുക്കണം. ഒന്ന് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് 2 ബേബിയുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട്. പിന്നെ ബേബിയുടെ ഫോട്ടോസ് നമ്മൾ ഒരു പുറത്തേക്ക് ഇച്ചിരി വൈറ്റ് ബോർഡർ കാണുന്ന രീതിക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ കാണിക്കണില്ല, അതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. നല്ല സൂക്ഷിച്ചിട്ട് കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഉണ്ണിയുടെ ഫുള്ള് പോകും. ഇങ്ങനെ കട്ട് ചെയ്താട്ടാ അതിന് ഭംഗി വരിക. നമ്മൾ ഓപ്പൺ ചെയ്യണ ആ ബോർഡിൽ ഈ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഈ പേപ്പർ ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ണിയുടെ ഓരോ ഫോട്ടോസിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ട് ആ മന്ത്സിൻ്റെ കറക്റ്റ് ഫോമിലായിട്ട് ഒട്ടിക്കുക. ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒട്ടിക്കുക എന്നൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ ഡബിൾ സൈഡ് വെച്ചിട്ട് ഒട്ടിക്കാൻ കാരണം വെച്ചാൽ അത് ഇച്ചിരി പൊന്തി നിൽക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. അത് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനലിൽ കയറി കണ്ടോളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഫ്രെയിം കാണാൻ, നല്ല രസമുണ്ടായിരുന്നു അവസാനം കാണാൻ. പിന്നെ ഇങ്ങനത്തെ ബർത്ത്ഡേ ഫ്രെയിം ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. 12 മന്ത്സിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യട്ടെ, ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ. പിന്നെ എൻ്റെ സൗണ്ട് ഒരു ജാതിയായിട്ടാണ് ഇരിക്കുന്നത്. കാരണം എനിക്ക് പനിയാണ്, മൂക്കടപ്പൊക്കെ വന്നു. അപ്പോൾ എൻ്റെ സൗണ്ട് ഒരുമാതിരി, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സൗണ്ട് ഇഷ്ടമല്ല. അതിൻ്റെ ഇടയ്ക്ക് വയ്യാണ്ടായപ്പോൾ സൗണ്ട് ഭയങ്കരമായിട്ട് ബോറായി. അപ്പോൾ അതാരും ഒന്ന് കാര്യമാക്കണ്ട കേട്ടോ. പിന്നെ എല്ലാം സാധാ പോലെ തന്നെ ബാക്കിൽ ടാപ്പ് ഒട്ടിക്കുക, അങ്ങനെയൊക്കെ. ഇനി ഇതിലെല്ലാം ഫ്രെയിമിൽ ചെയ്യണ പോലെ തന്നെ ഇതിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ സാധാരണ ഒട്ടിക്കില്ല, പേപ്പർ വെച്ചിട്ട് ഇത് ഒട്ടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടമായോ? ഇനി A4 ഫ്രെയിമാണ്. അതെനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് ട്ടോ. ഈ കസ്റ്റമറിനെ കുറിച്ച് പറയാന്ന് വെച്ചെങ്കിൽ എനിക്ക് 5-6 മാസം മുമ്പേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആൾ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓർഡർ തരുന്നുണ്ടാവില്ല എന്ന്. ബിക്കോസ് കുറേ ആളുകൾ എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കലുണ്ട്. അതിൽ ചുരുക്കം പേരാണ് എനിക്ക് ഓർഡർ തരാറ്, അതായത് കേരളത്തിൻ്റെ പുറത്തുള്ളവർ കേട്ടോ. അപ്പോൾ ഈ കസ്റ്റമറിന് ആളുടെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സാറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഫ്രെയിമാണ്. ഒക്കേഷൻ ഒന്നുമില്ല, ജസ്റ്റ് സന്തോഷത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും പ്രൗഡ് ഫീൽ ആയിട്ടാണ് ഈ സാറിനെ ഓർത്തിട്ട്. കാരണം എന്താ വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റിന് ഇങ്ങനെ കൊടുക്കാൻ തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കില്ലേ എല്ലാ സ്റ്റുഡൻസിനോട് പെരുമാറിയതും പഠിപ്പിച്ചതൊക്കെ എങ്ങനെയാവും, ഇവർ പ്രൗഡായിട്ട് ഫീൽ ആവുന്നുണ്ടല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ടാണ്. പിന്നെ ആളെങ്ങനെ പഠിപ്പിച്ചതും ഇതൊക്കെ നമുക്ക് ഊഹിക്കാമല്ലോ, അതുകൊണ്ടാവുമല്ലോ
ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങനെ കൊടുക്കാനൊക്കെ പ്ലാനാക്കി ഉണ്ടാവുക. പിന്നെ ഈ കസ്റ്റമർ എന്ന് വെച്ചാൽ നല്ല പ്ലാനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, എങ്ങനെ എവിടെയൊക്കെ ചെയ്യണം എന്ന്. ഇയാളെന്ന് വെച്ചാൽ എനിക്ക് ഫോട്ടോ അടക്കം അയച്ചു തന്നു, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇത് ആൾ ഒരു ഒരു പിൻട്രസ്റ്റിലോ ഗൂഗിളിൽ നോക്കിയിട്ടൊന്നുമില്ല, ആളുടെ ഐഡിയക്ക് വെച്ചിട്ടാണ് ചെയ്തത്. ആൾക്ക് ഇങ്ങനെ വരച്ച് തന്നു ഒരു പേപ്പറിൽ ഇങ്ങനെ ചെയ്യണം പറഞ്ഞിട്ട്. അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് പർപ്പിൾ ആക്കണമെന്നും ഒരു സ്റ്റിക്കേഴ്സ് പോലെ ആളെനിക്ക് അയച്ചു തന്നതാട്ടോ. അങ്ങനെ അതും ഈ ഫോട്ടോസൊക്കെ എവിടെ വെക്കണം, എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ ആളെനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആലോചിക്കാമല്ലോ ആൾക്ക് കൊടുക്കാനുള്ളൊരു ഇത്. ഞാൻ സെറ്റ് ചെയ്യണമായിട്ട് മുമ്പ് ജസ്റ്റ് ഒക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ആൾക്ക് അയച്ചു കൊടുത്തു. പിന്നെ ആൾ ഓക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് ശരിക്കും ഒട്ടിച്ചതൊക്കെ കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് A4 ഫ്രെയിം കൊറിയർ ചെയ്യാൻ പോണത് കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ കൊറിയർ ചെയ്തിട്ട് സാധാ ഫ്രെയിംസൊക്കെ കൊറിയർ ചെയ്തിട്ടുണ്ട്. അത് 4x4 5x5 ഒക്കെ കൊറിയർ ചെയ്തിട്ടുണ്ട്. A4 ഒന്നും ഇതുവരെ ഞാൻ കൊറിയർ ചെയ്തിട്ടില്ല. പിന്നെ അത് ഗൾഫിലേക്ക് കൊടുത്തേച്ചിട്ടുണ്ട്. പക്ഷെ അതെൻ്റെ ഉപ്പ പോകുമ്പോൾ പെട്ടിയിലിട്ടേക്കണം, അത്ര എനിക്ക് പരിചയമുള്ളൂ. പിന്നെ കൊറിയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നല്ല മാറിക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്. കുറേ ഞാൻ ടാപ്പ് പൊടിച്ച്. ആദ്യമൊക്കെ ഞാൻ ജസ്റ്റ് നമ്മൾ പുതിയണ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ്, പിന്നെ നമ്മൾ ബബിൾ റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ഞാൻ തെർമോക്കോൾ വെച്ച്, പിന്നെ ഈ ടാപ്പ് കൊണ്ട് നല്ല മാർക്ക് ചുറ്റി ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്ത്. ഇനി ഇത് കാരണം ഇനി നാശാവണ്ടല്ലോ വിചാരിച്ചിട്ട് നല്ല മാർക്ക് കവർ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ക്ലീൻ റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബബിൾ റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്ത്. എനിക്ക് പേടിയായി, ഇനി പൊട്ടുമോ എന്നൊരു ടെൻഷൻ കൊണ്ട് ഞാൻ വീണ്ടും റാപ്പ് ചെയ്ത്. ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ഒട്ടിച്ചു, സാധാ നമ്മൾ ഒട്ടിക്കുന്ന ടാപ്പ് ഒട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പുതിയ പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടി ഇത് റാപ്പ് ചെയ്തു. എന്നിട്ട് എനിക്ക് എന്നാലും ഒരു ടെൻഷൻ. എന്നിട്ട് ഞാൻ വീണ്ടും ആ ടാപ്പ് ഒട്ടിച്ച് ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചു. എന്നിട്ട് നമ്മൾ പേര് എഴുതാൻ വേണ്ടിയിട്ട് ആ പേപ്പർ ഒരു നെയിം സ്ലിപ്പിൽ ഒട്ടിക്കില്ലേ, അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ട് ക്ലീൻ റാപ്പ് ചെയ്യാണ് ചെയ്തത്. അപ്പം ഇങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട് എൻ്റെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഓക്കെ, ബൈ.